എടാ നമ്മൾ അടുത്ത പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് അവർ ജനറേഷൻ അല്ലെങ്കിൽ ബെറ്റ്സ് ലിമിറ്റാണ്. കണ്ടോ, ഇത് നമ്മളൊരു ഇത് കൺസിഡർ ചെയ്തിരിക്കുക. നമ്മുടെ ഒരു ടർബൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ V0 എയർ എൻട്രിങ്, V2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് വിൻഡ്, ഇത് U1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ള വെലോസിറ്റി. കണ്ടോ, വെലോസിറ്റി ഓഫ് വിൻഡ് അറ്റ് ദി ഇൻലെറ്റ് ഡക്ട് നമ്മൾ U0 ആയിട്ടും വെലോസിറ്റി ഓഫ് വിൻഡ് അറ്റ് ദ ഔട്ട്ലെറ്റ് നമ്മൾ U2 ആയിട്ടും എടുത്തു. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താ നമുക്കറിയാം, M എന്നാണെന്നറിയാം. എന്താ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പം നമ്മുടെ ഇൻലെറ്റ് ഡക്റ്റിലെ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ F ഇസ് ഈക്വൽ ടു M ഇൻറ്റു എന്തുവാ U0യും, അതേപോലെ തന്നെ ഔട്ട്ലെറ്റ് ഡക്റ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ M ഇൻറ്റു U2 ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവരെ രണ്ടുപേരെയും കൂടെ, അതായത് ഇത് പ്ലസ്സും ഇത് മൈനസും ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് ആണ് F ഇസ് ഈക്വൽ ടു M ഇൻറ്റു U0 മൈനസ് M ഇൻറ്റു U2. അതായത് M ഇൻറ്റു U0 മൈനസ് U2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫോഴ്സ് കിട്ടുന്നത്. അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്താ, പവർ ഓഫ് ടർബൈൻ. പവർ ഓഫ് ടർബൈൻ PT ഇസ് ഈക്വൽ ടു F ഇൻറ്റു U1. എന്താ, F ഇൻറ്റു U1. അത് ഇക്വേഷൻ ആട്ടോ. പവർ ഓഫ് ടർബൈൻ PT ഇസ് ഈക്വൽ ടു F ഇൻറ്റു U1. ഇനി എഫിൻ്റെ ഇക്വേഷൻ എവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ ഉണ്ട്. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ PT ഇസ് ഈക്വൽ ടു M ഇൻറ്റു U0 മൈനസ് U2 ഇൻറ്റു U1 എന്ന് നമുക്ക് കിട്ടും. അതും അവിടെ ഇരിക്കട്ടെ. ഇതെന്തായിരുന്നു, നമ്മുടെ പവർ ഓഫ് ടർബൈൻ. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പവർ ഓഫ് വിൻഡ് ആണ്. അതായത് ഡെൽറ്റ കെ ഈസ് ഈക്വൽ ടു PW. അതായത് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തുവാ, ഹാഫ് mv² ആണ്. അതായത് ഹാഫ് mv² പകരം V0² മൈനസ് U0² മൈനസ് U2², അങ്ങനെയാണ് നമുക്ക് PW കിട്ടിയിരിക്കുന്നത്, ഡെൽറ്റ കെ. എന്നിട്ട് എനർജി എക്സ്ട്രാക്റ്റഡ് ഈസ് ഈക്വൽ ടു എനർജി ലോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ PT ഈസ് ഈക്വൽ ടു PW ആയിരിക്കും. അവരെ രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ M രണ്ടും കൂടി ക്യാൻസൽ ആയിപ്പോയി. U1-ന് എന്താണെന്നൊരു ഇക്വേഷൻ കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഹാഫ് ഇൻറ്റു U0 പ്ലസ് U2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. U1-ന് എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു U0 മൈനസ് U2 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇനി ഇയാളെ നമ്മൾ എവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, നമ്മുടെ ഈ PTയുടെ ഇക്വേഷനകത്തിൽ നമ്മൾ ഈ U1-നെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. U1 കിട്ടാനായിട്ടാണ് നമ്മൾ അവരെ രണ്ടുപേരെയും കൂടി ഇക്വേറ്റ് ചെയ്തത്. കണ്ടോ, PT ഈസ് ഈക്വൽ ടു M ഇൻറ്റു U0 മൈനസ് U2 അങ്ങനെ നമുക്ക് കിട്ടി. അതായത് ഹാഫ് M ഇതെന്താ A മൈനസ് B ഇൻറ്റു A+B യുടെ ഫോമിലാണ് കിടക്കുന്നത്. A+B ഇൻറ്റു A-B എന്തുവാ, A² മൈനസ് B². അതായത് വെച്ചിരിക്കുന്നത് ഹാഫ് U0² മൈനസ് U2². ഇനിയും നമ്മൾ അത്രയും നമ്മൾ ആക്കി എഴുതി വെച്ചു, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, മാസ് M ഇസ് ഈക്വൽ ടു A1 ഇൻറ്റു U1 റോ. A1 ഇൻറ്റു U1 റോ എന്നാണ് നമ്മുടെ മാസിൻ്റെ ഇക്വേഷൻ ആണേ. അതിനകത്തിൽ നിന്ന് നമുക്ക് എന്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ വാല്യൂ നമ്മൾ എവിടെ കൊണ്ടുവന്ന് കൊടുക്കും, PTയുടെ ഇക്വേഷനകത്തോട്ട് കൊടുക്കും. PT ഈസ് ഈക്വൽ ടു ഹാഫ് A1 U1 റോ ഇൻറ്റു U2² മൈനസ് U1² ആണ്. U1-ന് എന്തെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുത്തത്, U2 പ്ലസ് U0 പ്ലസ് U2/2. ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ പുതിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക. A ഈസ് ഈക്വൽ ടു U1 മൈനസ് U0 മൈനസ് U1/U0. അതായത് നമ്മൾ ഇതിനെ LCM എടുത്ത് ഡിവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ A ഈസ് ഈക്വൽ ടു 1 മൈനസ് U1/U0 എന്ന് കിട്ടും. ആ U1-ൻ്റെ വാല്യൂ എന്താ, U0 പ്ലസ് U2/2. അതായത് 1 മൈനസ് U0 പ്ലസ് U2/2 U0 എന്ന് നമുക്ക് കിട്ടും. അതിനകത്തിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ എന്തെന്ന് എഴുതാനായിട്ട് പറ്റും, A ഈസ് ഈക്വൽ ടു U0 മൈനസ് U2/2 U0. അതായത് U2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2A U0യും, അതായത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം U2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 2A U0യും, ഇതിൽ നിന്ന് 2A U0 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, U0 മൈനസ് U2 എന്ന് നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻസാണ് നമുക്ക് ഇനി ഇവിടെ ആവശ്യം വരുന്നത്. ഇത് എന്താ ചെയ്തത്, നമ്മൾ Aക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് അതിനകത്തൊന്ന് U2-നും 2A U0യ്ക്കും ഓരോ വാല്യൂസ് ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചത്. ഇനി നമ്മൾ എന്തിലോട്ട് പോകും, നമ്മുടെ ഈ PTയുടെ ഇക്വേഷനകത്തിലോട്ട് പോകും. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ PTയുടെ ഇക്വേഷൻ. PTയുടെ ഇക്വേഷൻ എങ്ങനെയായത്, 1/4 ആയ. കണ്ടോ, ഈ 1/2ഉം ഈ 1/2 കൂട്ടിയ ഇവിടെ നമ്മൾ 1/4 എന്ന് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നോക്കിക്കേ, U0 മൈനസ് U2-ൻ്റെ വാല്യൂ എന്തുവാ, 2A U0. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വാല്യൂ പ്ലസ് ഇത് നമുക്ക് കിട്ടും. ഇനിയും ഇതിനകത്തിലെ U2-ന് നമ്മൾ ഈ എഴുതി വെച്ച് U2-ൻ്റെ വാല്യൂ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ, അത് ഹോൾ സ്ക്വയർ അല്ലേ, സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം ഏകദേശം ഇങ്ങനെ കിട്ടും. ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസും സബ്സ്ട്രാക്റ്റും മാത്രം ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ നമുക്ക് കിട്ടും.
അതിനകത്തിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2u0 രണ്ടിനകത്തൊന്നും കോമൺ എടുക്കാമല്ലോ. കണ്ടോ, 2u0 × 1 - a the whole square. അതായത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുവാണെങ്കിൽ ½ a1 × റോ a × 2u0 the whole square × 1 - a the whole square എന്ന് നമുക്ക് കിട്ടും. ഇത് 2u0² എന്ന് പറയുമ്പോൾ 4u0² ആണല്ലോ. 4ഉം 1/2 കൂടെ പോകുമ്പം 2a1 റോ a × 1 - a the whole square × ഈ u0യും ഈ u0² എന്തായിട്ട് മാറി? u0³ ആയിട്ട് മാറി. അതിൽ നിന്ന് നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 4a × 1 - a the whole square is equal to ½ × റോ a1 u0³ എന്ന് നമ്മളെടുത്ത് എഴുതി. എന്തിനാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേ? നമുക്ക് ഇതിനകത്തുനിന്ന് പി ഡബ്ല്യുവിൻ്റെയും പി ടിയുടെയും കൂടെ തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ എന്തെടുത്ത് എഴുതി? പി ഡബ്ല്യുവിന് ഒരു ഇക്വേഷൻ എടുത്ത് എഴുതി. അപ്പോൾ പി ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 4a × 1 - a² പി ഡബ്ല്യു എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ 4a × 1 - a² എന്തെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? സി പി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ നമുക്ക് പി ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? സി പി × പി ഡബ്ല്യു എന്ന് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. സി പി ഇസ് ഈക്വൽ ടു 4a × 1 - a². അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനിയും നമ്മൾ ഈ പി ടിയുടെ ഇക്വേഷനകത്തിൽ ഏത് പി ടിയാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയ പി ടിയുടെ ഇക്വേഷനകത്തിൽ, അതായത് ഈ പി ടിയുടെ ഇക്വേഷനകത്തിൽ ഈ പി ടി മതിയോ? ഈ പി ടി പോരാ, മറ്റേ പി ടിയുടെ ഇക്വേഷനകത്തിൽ നമ്മൾ ഫസ്റ്റ് എഴുതിയ പി ടിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോടാ, എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതിയേ. ആ ഇക്വേഷനകത്തിൽ നമ്മൾ ഇത് ജസ്റ്റ് കേസസ് മാത്രം പഠിച്ചാൽ മതി. എ ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ u1 ഇസ് ഈക്വൽ ടു u0 ആയിരിക്കും, u2 ഇസ് ഈക്വൽ ടു u0 ആയിരിക്കും. അതായത് രണ്ടും ഇനിഷ്യൽ ഇതിൽ തന്നെ കിടക്കും. അതിൻ്റെ അർത്ഥം നോ പവർ ജനറേഷൻ ടേക്ക് പ്ലേസ്. എ ഈസ് ഈക്വൽ ടു നമ്മൾ 1/3 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ u1 2/3 u0 ആവും, u2 1/3 u0 ആവും. ആ ടൈമിലായിരിക്കും മാക്സിമം പവർ ജനറേഷൻ ഉണ്ടാവുന്നത്. ഇനി കേസ് 3 എ ഈസ് ഈക്വൽ ടു 1/2 ആണെന്നുണ്ടെങ്കിൽ u1 ഇസ് ഈക്വൽ ടു 1/2 u0യും കിട്ടും, u2 ഇസ് ഈക്വൽ ടു 0യും കിട്ടും. അതെന്താ? ടർബലൻ്റ് ഡൗൺ സ്ട്രീം. എ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ u1 ഇസ് ഈക്വൽ ടു 0 സ്റ്റാലിംഗ് കണ്ടീഷൻ ആയിരിക്കും. ഇത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷേ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കളയണ്ട, ഈ കേസസ് കാണാതെ പഠിച്ചെങ്കിൽ എഴുതി വെച്ചിരുന്നാൽ മതി. ഇതാണ് എന്താ അതിൻ്റെ കറസ്പോണ്ടിങ് ഡയഗ്രാം. ഇനി നമ്മൾ ഇപ്പം ജസ്റ്റ് അതിൻ്റെ ഇക്വേഷനും കണ്ടുപിടിച്ച് ഇതാണ് നമ്മുടെ ഇക്വേഷന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ എന്തും ചെയ്തു, അതിൻ്റെ ആ കേസസും പറഞ്ഞതേ ഉള്ളൂ. ഇനി മാക്സിമം പവർ ചെയ്യാനായിട്ട് ഇവിടം തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? മാക്സിമം പവർ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം P2 ഇസ് ഈക്വൽ ടു 1/4 a റോ. അതായത് നമ്മൾ മറ്റേ എയുടെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുക്കുന്നതിന് മുന്നേ കണ്ടോ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ, ഈ പി ടിയുടെ ഇക്വേഷൻ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഇക്വേഷൻ എടുത്തു. എന്നിട്ട് അതിനെ വിത്ത് റെസ്പെക്റ്റ് ടു u2 ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിനെ വിത്ത് റെസ്പെക്റ്റ് ടു u2 ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു 2 ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 എന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. u2 - u0 അതായത് u2 + u0 ഈസ് ഈക്വൽ ടു 3u2 + -u0 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതിലെ u2 + u0 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. പകരം നമ്മൾ ഏത് കണ്ടീഷനായിരിക്കും എടുക്കുന്നത്? ഈ കണ്ടീഷനായിരിക്കും എടുക്കുന്നത്. അതിൽ നമുക്ക് u2 എന്തെന്ന് കിട്ടും? u0/3 എന്ന് കിട്ടും. ഈ u2ൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനകത്തിൽ u2ൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പം നമുക്ക് എന്തെന്ന് കിട്ടും? ശരിക്കും ഇവിടെ 8/27 × റോ a u1 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിനെ എന്തിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരണം? പി ഡബ്ല്യുവിൻ്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. പി ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ½ റോ a u1 q ആ. ഇവിടെ ആ ഒരു ഹാഫ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈയോടെ ചെയ്തു. എന്നാലല്ലേ അത് ഈക്വൽ ആവത്തുള്ളൂ. അങ്ങനെ 2 × 8 എന്ത് തന്നു? 16/27. ഇത്രയും ടേംസിന് നമ്മൾ എന്തെന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു? പി ഡബ്ല്യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ 16/27 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 0.5928 ആ ഒരു രീതിയിലും കണ്ടാൽ നമുക്ക് പോകുന്നത്. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 0.593 എന്നുള്ള രീതിയിലോട്ട് എഴുതി. അതായത് പെർസെൻറ്റേജിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 59.3%. അപ്പം നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? പി ടി ഇസ് ഈക്വൽ ടു
59.3% ഓഫ് PW ആണ്. അതായത് നമ്മുടെ ടോട്ടൽ പവർ ഓഫ് ടർബൈൻ എന്ന് പറയുന്നത് വിൻഡ് ടർബൈൻ്റെ 59.39% ആണ്. ഇതാണ് നമ്മുടെ മാക്സിമം പവറിൻ്റെ ഡെറിവേഷൻ. മനസ്സിലായാലും ഈ ഒരു പോർഷൻ ഇൻറ്റു 2 ചെയ്താൽ മതി. 8/27 ആയിരുന്നു. ആ ഒരു 8/27 നിന്ന് നമുക്ക് PW എടുത്ത് എഴുതാനായിട്ട് നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഞാൻ മറ്റേ ഗ്രൂപ്പിലിട്ട ഒരു നോട്ടില്ലായിരുന്നോടാ, ആ നോട്ടിനകത്തിൽ നല്ലപോലെ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. കാണിക്കാമേ. കണ്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് പെഗ്സ് ഒക്കെ കഴിഞ്ഞ് സൈറ്റ് സെലക്ഷൻ കഴിഞ്ഞു പോയെല്ലാം തുടക്കത്തിലാണ്. കണ്ടോ, നമ്മുടെ ഇതിനകത്തിലെ ഡെറിവേഷൻ സിമ്പിളാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്തെടുക്കാനായിട്ട് പറ്റത്തില്ല, കേസസ് ഒന്നുമില്ല, ഡയറക്റ്റ് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പോൾ കേസസ് എഴുതണ്ട, ജസ്റ്റ് ഇപ്പോൾ കേസസിന് 2 മാർക്കോ 3 മാർക്കോ ആയിരിക്കും. ആ മാർക്ക് കുഴപ്പമില്ല, പഠിക്കാൻ പാടാണെന്ന് തോന്നുന്നവർ എന്ത് ചെയ്താൽ മതി, ഇത് പഠിച്ചാൽ മതി. ഇത് സിമ്പിളാണ്. E1 = ½ MV എന്തുവാ കൺസിഡർ ചെയ്തിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ V1 ഉം V2 ആയിട്ട് ഇവരെടുത്തേക്കുന്നത്. നമ്മൾ U0 U2 അല്ലായിരുന്നു, ഇവർക്കത് V1 ഉം V2 ആണ്. അപ്പോൾ ഇൻലെറ്റ് ഡക്റ്റിലേത് V1 ഔട്ട്ലെറ്റ് ഡക്റ്റിലേത് V2 ആണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് എയർ M1 ആയിരിക്കും. അതിൽ നിന്ന് E1 നമുക്ക് എന്തെന്ന് എഴുതാം, ½ MV1² എന്ന് എഴുതാം. ഈ ഔട്ട്ലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -E2 ½ MV2² എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. അതിൽ നിന്ന് E1 - E2 എടുത്ത് എഴുതിയിട്ട് ½ MV2² - V1². ഇത്രയും നമ്മുടെ സെയിം തന്നെ. നമ്മുടെ ഈ V1 ഉം V2 ഉള്ള സബ്സ്റ്റിറ്റ്യൂഷന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതിന് നമ്മൾ എന്തെന്ന് കൊടുത്തു, PK എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. PK = ½ MV2² - V1². അതിൽ എമ്മിന് റോ A VA എന്നുള്ള, നമ്മൾ റോ A1 V1 ആയിരുന്നു കൊടുത്തത്. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എന്ത് കൊടുത്തു, ഇവിടോട്ട് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്തേക്കുന്നത്. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്തുവാ VAക്ക് V1 + V2/2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, നമ്മുടെ മറ്റേ V1. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക ചെയ്തേ. കണ്ടോ, V1 + V2 1/4 എടുത്തു, V1 + V2 എടുത്തു, V1² - V2² എടുത്തു. എന്നിട്ട് ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തിനെ കോമൺ എടുത്തേക്കുക, V1³ കോമൺ എടുത്ത് എഴുതി. V1³ കോമൺ എടുത്ത് എഴുതിയിട്ട് ഇതിനെ ഡിറൈവ് ചെയ്ത് ഡയറക്റ്റായിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ V1ൻ്റെ V2ൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. കണ്ടോ, V2/V1 = 1/3. അതായത് V2 = 1/3 V1. ആ വാല്യൂ എന്നിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വേണ്ട ഈ ഇക്വേഷനകത്തിൽ, ഇക്വേഷൻ നമ്പർ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ജസ്റ്റ് എഫിഷ്യൻസി മാത്രം അല്ലെങ്കിൽ മാക്സിമം പവർ മാത്രം ഡിറൈവ് ചെയ്യാനാണെങ്കിൽ ഇത് ചെയ്താലും മതി. കാരണം ഞാൻ യൂട്യൂബിലും ഒക്കെ കുറേ നോക്കിയപ്പോഴും ഈ സാധനം തന്നെ കിടക്കുന്നത്. പിന്നെ മിസ്സ് നമുക്ക് കേസസ് തന്നുകൊണ്ടാണ് പിന്നെ ഞാൻ അതോടെ പറഞ്ഞത്. കാരണം മിസ്സ് പഠിപ്പിച്ച രീതി ഇതല്ലേ, പിന്നെ ലാസ്റ്റ് അത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പഠിച്ചവർക്ക് കൺഫ്യൂഷൻ ആണെങ്കിലോ എന്ന് വിചാരിച്ച്. ഇത് കുഴപ്പമില്ല, ഇത് എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്റി ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് ആവറേജ് പവർ ജനറേറ്റഡ്, ആവറേജ് പവർ ബൈ ദ റേറ്റഡ് പീക്ക് പവർ. അതിൻ്റെ ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ആട്ടോ, ടോട്ടൽ പവറിൻ്റെ പ്രോബ്ലംസ്. പിന്നെ മാക്സിമം എഫിഷ്യൻസി CP കണ്ടുപിടിക്കാനായിട്ടുള്ള. കണ്ട് ഈ CP ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തിൽ വരുമ്പോൾ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷനകത്തും നമുക്ക് CPയും PW ഒക്കെ ഡയറക്റ്റ് എടുക്കാനായിട്ട് പറ്റും. അത് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻ പഠിക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. കണ്ടോ, വിൻഡ് പവർ, ഡിറ്റർമൈൻ ദ പവർ ഇൻ വിൻഡ് ഇഫ് ദ വിൻഡ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 20 m/s ആൻഡ് ദ ബ്ലേഡ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 50 എന്നുള്ള കാര്യം. അപ്പോൾ വിൻഡ് സ്പീഡ് 20 m/s ആണെന്നുണ്ടെങ്കിൽ ബ്ലേഡ് എയർ ഡെൻസിറ്റി 1.23 ആയിരിക്കും. അതിൽ A = അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ = πr² അല്ലേ. അപ്പം πl², അത് നമുക്ക് അന്നേരം വാല്യൂ കിട്ടി. വിൻഡ് പവറിൻ്റെ ഇക്വേഷനകത്തിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PW കിട്ടും. പിന്നെ നമ്മൾ മാക്സിമം പവർ കണ്ടുപിടിക്കുന്നത്. അത്രയും പ്രോബ്ലംസേ ഉള്ളൂ. ആ 4 പ്രോബ്ലംസ് ഉള്ളതൊന്ന് നോക്കി വെക്കണേ. അപ്പം ആ വീഡിയോസ് അത്രയേ ഉള്ളൂ.